നമ്മളെന്താണോ ചിന്തിക്കുന്നതായിട്ടുള്ളത്, ആ ചിന്തയാണ് നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നമ്മളെന്ന് പറയുന്ന നമ്മുടെ ചുറ്റുഭാഗം എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഈ ഒരു മെഡിറ്റേഷൻ ചെയ്തു. ആ ഒരു മെഡിറ്റേഷനിൽ നമ്മൾ എന്തൊക്കെയാണ് ചിന്തിച്ചിട്ടുള്ളത്? പല സമയങ്ങളും പലതരത്തിലുള്ള പല തോട്ട്സ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഈ മോർണിംഗ് ഈ ഒരു 30 മിനിറ്റ്സ് നമ്മൾ ഈ ഒരു പ്രോസസ്സിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യം നമ്മളെ സെൽഫിനെ പറ്റിയിട്ട് മാത്രമാണ് അല്ലേ. നമ്മളെ ബ്രീത്തിന് എങ്ങനെ പോകുന്നു, നമ്മൾ ഓരോരുത്തർക്കും പുറത്തു കൊടുക്കുന്നതിനായിട്ടുള്ള കാര്യം എന്താണ്, നമ്മൾ എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആണ്, അതേപോലെ തന്നെ നമ്മളെ ഈ ചുറ്റുഭാഗത്തിലെ പ്രകൃതി നമുക്ക് നമ്മളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്, അതേപോലെ എത്രത്തോളം സെർവ് ചെയ്യുന്നതായിട്ടുണ്ട്. ആ സെർവിങ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡും ഒരു ലവും എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെ ആവണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മളെ സെൽഫിനെ പറ്റിയിട്ട് എന്തെല്ലാമാണോ ഏറ്റവും നല്ല രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു കാര്യം, അതാണല്ലേ നമ്മൾ ഈ ഒരു മെഡിറ്റേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സിൽ ചിന്തിച്ചതായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു മെഡിറ്റേഷന് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്ന എന്ന് സയന്റിഫിക്കും അതേപോലെ തന്നെ മറ്റു ചുറ്റുഭാഗവും ഒക്കെ പ്രൂവ് ചെയ്തതായിട്ടുള്ള, അതായത് ക്വാണ്ടം സയൻസിലായാലും എല്ലാ വിഭാഗക്കാരും, ഇപ്പോൾ പോസിറ്റീവ് സൈക്കോളജി ആയാലും എല്ലാം ഒറ്റ സ്വരത്തിൽ പറയുന്നു, ഇഫ് യു ആർ ഡൂയിങ് ദ മെഡിറ്റേഷൻ യു വിൽ ഗെറ്റ് ദ ബെനിഫിറ്റ്സ് എന്നുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ ചിന്തകളെ നമ്മൾ നമ്മളിലേക്ക് വേണ്ടിയിട്ട് ക്രമീകരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ രീതിയിലുള്ള റിസൾട്ട് കിട്ടി തുടങ്ങും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്ന കാര്യത്തിൽ നമ്മൾ അവെയർ ആവണം എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലൊരു കോൺഫിഡൻസ് ആയിട്ട് നമ്മൾ മാറണം എന്നുള്ളതാണ്. ഇപ്പൊ ഞാനൊരു പുറത്തേക്ക് പോവാണ്, ഇപ്പൊ ഇന്ന് പല ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവാം, പല കാര്യങ്ങളും നിങ്ങൾക്ക് എൻഗേജ്ഡ് ആവാനുണ്ടാവാം. അവിടെ ഒക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യം, ഞാൻ എന്താണ് എന്നെ പറ്റി ചിന്തിക്കുന്നതായിട്ടുള്ളത്. നാലാളുകൾ മുന്നിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ എത്ര തന്നെ കുറവുള്ളവനായി കഴിഞ്ഞാലും, എത്ര തന്നെ കോൺഫിഡൻസ് ഇല്ലാത്തവനായി കഴിഞ്ഞാലും, മറ്റുള്ളവർ നമ്മളെ ഡിഫൈൻ ചെയ്യുന്നതിനപ്പുറമായിട്ട് നമ്മൾ നമ്മളെ പറ്റിയിട്ട് എന്താണോ ചിന്തിക്കുന്നതായിട്ടുള്ളത്, അതിൻ്റെ റിസൾട്ട് ആയിട്ടാണ് നമുക്ക് ഓരോ കാര്യങ്ങളും കിട്ടിത്തുടങ്ങുന്നതായിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ നമ്മളെ പറ്റിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, ഏതൊരു കാര്യം ബിഗിൻ ചെയ്യുന്നതായിട്ടുള്ളതും ചിന്തകളിൽ നിന്നാണല്ലോ. അതായത് ഇപ്പോൾ എൻ്റെ മുന്നിൽ ലാപ്പ് ഇരിക്കുന്നുണ്ട്. ഈ ഒരു ലാപ്പായിട്ട് മാറിയതായിട്ടുള്ളത് പണ്ട് ആരെയോ മനസ്സിൽ ചിന്തിച്ചൊരു ചിന്തയാണ്. അതായത് ഈ രീതിയിലുള്ള ഒരു ഉപകരണം വേണം, ആ ഒരു ഉപകരണം ഇന്ന രീതിയിൽ ബെനിഫിറ്റ് ആളുകൾക്ക് ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന, ഇപ്പോൾ നമുക്കൊരു വീടുണ്ടാക്കണം. ആ വീടുണ്ടാക്കണം എന്നുള്ള ഫസ്റ്റ് ഒരു പ്രോസസ്സ് എവിടെ തുടങ്ങിയിട്ടുള്ളത്? വീടുണ്ടാക്കണം എന്നുള്ള ചിന്തയിൽ നിന്നാണല്ലോ. അതേപോലെ തന്നെ അതിന് വേണ്ടതായിട്ടുള്ള മാപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടാണല്ലോ നമ്മൾ കണ്ടംപ്ലേറ്റ് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നതായിട്ടുള്ളത്. അപ്പൊ അവിടെയാണ് പറയുന്നത്, ഏതൊരു കാര്യത്തിന്റെയും തുടക്കം എന്ന് പറയുന്നത് ചിന്തയാണ്. ആ ചിന്തക്ക് അത്രയും അധികം ബെനിഫിറ്റ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യം, നമ്മൾ നമ്മളെ പറ്റി എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത്. നമ്മളെ ഏറ്റവും വലിയ കോൺഫിഡൻസ് നമ്മൾ തന്നെയാണോ, അതായത് എൻ്റെ സെൽഫിൻ്റെ കോൺഫിഡൻസ് ഞാൻ തന്നെയാണോ എന്നുള്ള ഒരു കാര്യത്തിൽ നമ്മൾ പലപ്പോഴും അവെയർ ആവുക എന്നുള്ളതാണ്. നമുക്കറിയാല്ലേ, നമ്മൾ ആകെ ചെറിയൊരു ടൈം സ്പാൻ മാത്രമേ നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാവുള്ളൂ. ഈ ഒരു എർത്തിൽ നമുക്ക് ടൈം അലൗഡ് ആക്കിയിട്ടുള്ളൂ. ആ ഒരു സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്താണ്? നമ്മൾ ഫിസിക്കൽ ആയിട്ടുള്ള സെൽഫിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതായത് ഞാനൊരു മൈൻഡ്ഫുൾനെസ് കോച്ചാണ്, കൂടുതൽ ഒരു ഫാർമസിസ്റ്റും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഫിസിക്കൽ സെൽഫിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഫുഡായിട്ടും അതേപോലെ തന്നെ അസുഖങ്ങൾ വന്ന് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതായിട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെ മെന്റൽ ഹെൽത്ത്, അല്ലെങ്കിൽ നമ്മളെ മനസ്സിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഈ ഒരു കാര്യത്തെ നമ്മൾ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴാണ് നമുക്കൊരു ഹാർമണിയിലും ഒരു ബാലൻസിലും നമ്മുടെ സെൽഫിനെ നമ്മൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പൊ അവിടെ ബാലൻസിലേക്ക് നയിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്നതായിട്ടുള്ള ചിന്തകൾ ഏറ്റവും നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുള്ള ചിന്തയാക്കി മാറ്റുക എന്നുള്ളത്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ ഇന്ന് രാവിലെ നമ്മളിങ്ങനെ എണീറ്റു. രാവിലെ എണീറ്റപ്പോൾ തന്നെ
അയ്യോ! എൻ്റെ ഒരു ദിവസം തുടങ്ങി. ഞാൻ വിചാരിച്ച സമയത്തിന് എനിക്ക് എണീക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു മെന്റാലിറ്റിയില് നമ്മൾ രാവിലെ തന്നെ എണീറ്റുന്ന് വെച്ചോളൂ. ശ്ശേ! അങ്ങനെയൊക്കെ നമ്മള് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ദിവസം സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് നമ്മള് ജസ്റ്റ് ഫോണുമ്മ ഇങ്ങനെ ഇരിക്കാണ്. അങ്ങനെ ഇരുന്ന് സമയം പോയത് നമ്മളറിയില്ല. 9:00 വർക്കിന് കേറാനുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തില്ല, സമയം പോയതേ അറിഞ്ഞില്ല. അവിടെ നമ്മൾ അയ്യോ! 8:45 ഒക്കെ ആയി. പിന്നെ ഹറിബറി ആയിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങനെ നമ്മളെന്ത് ചെയ്തു, പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് നമ്മൾ പോർച്ച്ന്ന് നമ്മളെ വണ്ടീന്റെ അടുത്ത് ഇറങ്ങാൻ നേരത്താണ് അപ്പുറത്തുനിന്ന് അയൽവാസിന്ന് ഒരു ടോക്ക്. എങ്ങട്ടാടോ ഇത്ര രാവിലെ തന്നെ പോകുന്നത്? അല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇങ്ങനെ സംസാരിക്കാൻ വന്ന് നിൽക്കാണ്. അപ്പൊ തന്നെ നമ്മള് സമയമില്ലാ സമയത്ത് എന്താണ് ഇപ്പൊ മൂപ്പരെ ഒരു അവസ്ഥ? ഇങ്ങനെ സംസാരിക്കാൻ നിൽക്കാണോ? എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനുള്ള ആ രീതിയിൽ നമ്മൾ പെട്ടെന്ന് പോവാ. അങ്ങനെ പോകുന്ന ഇടയില് നമ്മള് ഒരു നമ്മളെ സ്ട്രീറ്റ് ലൈറ്റ് കണ്ട്, അതേപോലെ തന്നെ നമ്മളെ ട്രാഫിക് ലൈറ്റ് നേരെ റെഡ് കത്തി. അയ്യോ! ട്രാഫിക് ലൈറ്റും കത്തി. ഇന്നത്തെ ദിവസം തന്നെ പോക്കാണ്. ലേറ്റ് ആയിട്ടുണ്ട്. ഏത് നേരത്താണ് ട്രാഫിക് ലൈറ്റ് കത്താ, അങ്ങനത്തെ ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ കംപ്ലീറ്റ്. അങ്ങനെ അവിടുന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോവാണ്. അങ്ങനെ നമ്മൾ ഓഫീസിലെത്തി. ഓഫീസിലാന്നുണ്ടെങ്കിലോ നമ്മൾ ഒരു 5 ഓർ 10 മിനിറ്റ്സ് ലേറ്റ് ആയി. അതിനിപ്പോ ബോസിന്റെ അയക്കുന്നാണെങ്കിലോ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിന്നാണെങ്കിലോ അതിന്റേതായിട്ടുള്ള പ്രഷറും ചൂടും. എന്നും നേരം വൈകി വരലാണല്ലോ, എന്താണ് ഇങ്ങനെ. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഒന്നിനും കൊള്ളാത്ത ഞാൻ, എന്തൊരു അവസ്ഥയാണ് എന്ന രീതിയിലൊക്കെ നമ്മൾ ചിന്തിക്കാന്ന് വെച്ചോളൂ. അപ്പൊ ഈ സോർട്ട് ഓഫ് തോട്ടിൽ ജീവിക്കുന്ന ഒരാളാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ലൈഫ് സ്പാൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. എല്ലായിടത്തും അദ്ദേഹം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആയിട്ടുള്ള ഒരാള് അതായത് വേറൊരു വേർഷനെ പറ്റിയിട്ട് ഇവിടുന്ന് ഒരു മെഡിറ്റേഷനും അതേപോലെ തന്നെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വേർഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ള കാര്യം നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, രാവിലായി, നേരം വൈകിട്ടാണ് എണീറ്റതായിട്ടുള്ളത്. എണീറ്റപ്പോ തന്നെ ശോ, നേരം വൈകി പോയല്ലോ, കുഴപ്പമില്ല. നാളെ നമുക്ക് എന്ത് ചെയ്യാം? ഇന്ന് നേരം വൈകിട്ടുള്ളത് ഇന്ന കാരണം കൊണ്ടാണല്ലോ. ഞാൻ എൻ്റെ സെൽഫിന് എന്ത് ചെയ്യുന്നു, ഫോർഗീവ് ചെയ്ത് കൊടുക്കുന്നു നേരം വൈകിയത് കൊണ്ട്. ഇത് നമ്മൾ സെൽഫ് ഫോർഗീവ്നെസ് പറയും. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഓക്കെ, നേരം വൈകാൻ മീൻസ് ഇത് അത്ര അധികം നേരം വൈകിയിട്ടൊന്നും ഇല്ലല്ലോ. കുറച്ചല്ലേ വൈകിയിട്ടുള്ളൂ, അല്ലെങ്കിൽ കുറച്ചധികമല്ലേ വൈകിയിട്ടുള്ളൂ. എനിക്ക് ഇപ്പൊ 9:00 പോകേണ്ട ഡ്യൂട്ടിക്ക് ഞാനൊരു 8:00 എണീറ്റല്ലോ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, ആ ഒരു സംഭവത്തിന് അപ്പൊ സംഭവിച്ചതായിട്ടുള്ള കാര്യം എന്താണോ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാം. എത്ര തന്നെ വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും അതിന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും, ഒരു നന്മ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. ആ നന്മയെ നമ്മൾ എന്ത് ചെയ്യുക, പിക്ക് ചെയ്തിട്ട് അതിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു. അപ്പൊ എന്തായി, ഓക്കെ, അവിടെ ആ സംഭവം നമുക്കൊരു പോസിറ്റീവ് വൈബായി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, നേരെ കുറച്ച് ഫോണൊക്കെ ഇങ്ങനെ യൂസ് ചെയ്തിട്ട്, അങ്ങനെ ഫോണൊക്കെ യൂസ് ചെയ്തിട്ട് പിന്നെയും സമയം വൈകി. അയ്യോ! അപ്പൊ നേരെ ഞാൻ എന്തൊരു കഷ്ടാണ്, പ്രൊഡക്റ്റീവ് ആയിട്ടില്ലല്ലോ എന്നൊന്നും ചിന്തിക്കുന്നതിനപ്പുറമായിട്ട് നേരം വൈകിയില്ലേ, സാരമില്ല, ഉള്ള നേരം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും ബെറ്റർ ആക്കാൻ നോക്കാം എന്നൊരു മാനസികാവസ്ഥയിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡിൽ പോസിറ്റീവ് ആയിട്ടുള്ള മെന്റാലിറ്റി തന്നെ അപ്പൊ ആ ഒരു കാര്യത്തെ നമ്മൾ എടുത്ത്, എന്നിട്ട് വീട്ടിന്റെ പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ അയൽവാസി വന്നിട്ടുണ്ട്. ആദ്യം തന്നെ ആൾക്ക് ആഹ് പുഞ്ചിരിച്ചും, അതായത് ഇപ്പൊ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡിലാണല്ലോ, ആ ഒരു സെൽഫിനെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, മുഖം തന്നെ കണ്ട് ഷാർപ്പനായിട്ട് അയ്യോ നേരം വൈകിയല്ലോ, അറിബറിയായല്ലോ രീതിയിലാണ്. അതൊന്നുമില്ല, കാമായിട്ടാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പൊ എന്താണ്, 8:45 ആയിട്ടുണ്ട്, എന്നാലും പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ എന്ത് ചെയ്തു എന്നുള്ളതാണ്. മൂപ്പരോട് പോവാട്ടോ, ഡ്യൂട്ടിയും കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ്, ഒന്നും വിചാരിക്കരുതേ രീതിയിൽ സംസാരിച്ചിട്ട് അവിടുന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് എന്താ, സ്ട്രീറ്റ് ലൈറ്റ് കത്തി. അയ്യോ! അപ്പൊ സോറി, ട്രാഫിക് ലൈറ്റ് കത്തി. അപ്പൊ തന്നെ ആ റെഡ് കത്തിയിട്ടുണ്ട്. സാരമില്ല. എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാം. ചിലപ്പോ നേരം വൈകി എത്താം. നേരം വൈകി എത്തിക്കഴിഞ്ഞാൽ ചൂടാവാന്നുള്ളത് ബോസിന്റെ ആറ്റിറ്റ്യൂഡ്. അതെങ്ങനെ എടുക്കണം എന്നുള്ളത് എന്റെ ആറ്റിറ്റ്യൂഡ്. ഓക്കെ. അപ്പൊ ഞാൻ ആ ഒരു കാര്യത്തെ പോസിറ്റീവ് ആയിട്ട് എടുക്കാന്നുണ്ടെങ്കിൽ അതവിടെ ബെറ്റർ ആയി എന്നുള്ളതാണ്. അതായത് ആലോചിച്ച് നോക്കൂ, എന്തായാലും ആ ഒരു കാര്യം അവിടെ സംഭവിക്കുക തന്നെ ചെയ്യും. അങ്ങനെ സംഭവിക്കുന്നതായിട്ടുള്ള കാര്യത്തെ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യത്തിൽ എടുക്കേണ്ടതായിട്ടുണ്ടോ? ഓക്കെ. അവിടെ പോസിറ്റീവ് എന്ന് പറയുന്ന ഏറ്റവും നല്ല മാനസികാവസ്ഥയിൽ ഇരിക്കാന്ന് പറഞ്ഞ കാര്യം ഇരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് എന്തുകൊണ്ട് നമുക്ക് ചൂസ് ചെയ്തുകൂടാ? അതാണ് ഇവിടെയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു മൈൻഡ്ഫുൾനെസ്സിനെ, ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിനെ നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ അവിടെ ഇങ്ങനെ സ്ട്രീറ്റ് ലൈറ്റിങ് നിൽക്കുമ്പോൾ സാരമില്ല, എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവാം. ഞാൻ എപ്പോഴും ഹോൾഡ് ചെയ്യുന്ന ഒരു അഫർമേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഒരു സെന്റൻസ് ഇരിക്കുന്നുണ്ട്. എവറിത്തിങ് ഈസ് ഹാപ്പൻ ഫോർ എ ബ്ലെസ്ഡ് റീസൺ എന്നുള്ളത്. അതായത് ഏതൊരു കാര്യം സംഭവിക്കുന്നതും എന്തോ ഒരു ബ്ലെസ്ഡ് റീസണ് വേണ്ടിയിട്ടാണ്. ഇപ്പോഴല്ലാന്നുണ്ടെങ്കിലും ഭാവിയിലോ ഫ്യൂച്ചറിലോ കുറച്ച് കഴിഞ്ഞിട്ടോ
എനിക്ക് ആ ബ്ലസ്ഡ് റീസൺ മനസ്സിലാക്കാം. അപ്പൊ ഞാൻ ആ റീസണിന്റെ പിന്നാലെ എന്തുകൊണ്ട് എന്ന് വിചാരിച്ചു പോകുന്നില്ല. എല്ലാം സംഭവിക്കുന്നത് ബ്ലസ്ഡ് റീസണാന്നുള്ള ആ ഒരു തോട്ടില് അല്ലെങ്കിൽ ആ ഒരു അഫർമേഷൻ അല്ലെങ്കിൽ ആ ഒരു സെന്റൻസിനെ ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കാന്ന് വെച്ചോളൂ. അപ്പൊ റെഡ് ലൈറ്റ് ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് അവിടെ എത്തിയപ്പോൾ തന്നെ ബോസ് എന്നോട് ഇങ്ങനെ ചൂടാവുന്നുണ്ട്. ചൂടാവുമ്പോൾ ഞാൻ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡിൽ നിൽക്കാന്നുണ്ടെങ്കിൽ എന്റെ വൈബ്രേഷനെ ആ ഒരു ബോസിനെ എഫക്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ മൂപ്പർക്ക് കുറെ നമ്മളോട് ചൂടാവാനൊന്നും തോന്നൂല. അതായത് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒന്ന് മനസ്സിലാക്കുമ്പോൾ ഈ ഒരു കാര്യത്തിന്റെ ഗുഡ്നെസ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഉള്ളില് നമ്മൾ ഏത് തരത്തിലുള്ള ഒരു ഓറ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യത്തിലാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പൊ മറ്റുള്ളവർക്ക് നമ്മളുടെ ഉള്ളിലേക്ക് വന്ന് ഡിഫൈൻസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരെ ഇമോഷൻ നമ്മുടെ ഉള്ളിലേക്ക് ഡംപ് ചെയ്യാൻ പറ്റൂല. നമ്മൾ കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിട്ട് ആരും എന്നെ വന്ന് ഉപദ്രവിച്ചോളൂ, അല്ലെങ്കിൽ ആരും എന്നെ വന്നിട്ട് ഇമോഷൻ തന്നോളൂ രീതിയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവർ നമ്മളിലേക്ക് എന്ത് പറയുമ്പോഴും നമുക്ക് നമ്മുടെ ഇമോഷൻ ട്രിഗർ ആവുന്നതായിട്ടുള്ളത്. ഓക്കെ. ഇൻഡിപെൻഡൻസ് ഡേ ആണല്ലോ. നമ്മൾ സ്വാതന്ത്ര്യത്തിനെ പറ്റിയാണല്ലോ പറയുന്നതായിട്ടുള്ളത്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. നമ്മള് വേൾഡിന് ഒരു സ്വാതന്ത്ര്യം കിട്ടിയ പോലെ തന്നെ നമ്മളെ ഉള്ളിൽ ജീവിക്കുന്ന നമ്മൾക്കും ഒരു സ്വാതന്ത്ര്യം കിട്ടാൻ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവർ നമ്മളോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാലും എന്ത് തന്നെ ഉപദ്രവിച്ചു കഴിഞ്ഞാലും അവരാൽ നമ്മളെ ഇമോഷൻ ഡ്രിവൺ ചെയ്യാതെ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ തന്നെ നമ്മളെ ഇമോഷൻ ഫ്രീഡത്തിലേക്ക് പോകുന്നൊരവസ്ഥ നമ്മളിൽ ഇരിക്കുന്നുണ്ട്. അതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് വെറി ആവാതെ, പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങളെ പറ്റിയിട്ട് അയ്യോ അങ്ങനെ സംഭവിച്ചല്ലോ എന്നൊന്നും ചിന്തിക്കാതെ ഈ ഒരു പ്രസന്റ് ആയിട്ടുള്ള മൊമെന്റിൽ പ്ലസന്റ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ പോകുന്നൊരവസ്ഥ നമുക്ക് ഇരിക്കുന്നുണ്ട്. അതായത് എന്തൊക്കെയോ കാട്ടിക്കൂട്ടലല്ല, അപ്പോഴും നമ്മൾ ഫ്യൂച്ചറും കാര്യങ്ങളൊക്കെ സേഫ് ആക്കിയിട്ട് ഗോൾ ഓറിയന്റഡ് ആയിട്ട് തന്നെയായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. ഇപ്പോഴത്തെ അവസ്ഥ കംപ്ലീറ്റ് മാറിയിട്ടുള്ള പുതിയൊരു ലൈഫ് എന്നുള്ളതല്ല, ഇപ്പോഴത്തെ ഒരവസ്ഥയിലും ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു മനസ്സിനെ, ഒരു തകർച്ചയിലും തളരാത്ത ഒരു മനസ്സിനെ ഡെവലപ്പ് ചെയ്യുന്നൊരു മൈൻഡ്ഫുൾനെസ് അവസ്ഥ ഇരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യത്തെ നമ്മൾ എപ്പോഴും നെർച്ചർ ചെയ്ത് കൊണ്ടേയിരിക്കുക. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള വിസ്ഡം എന്ന് പറയുന്നത് ആസ്വദിച്ച് ജീവിക്കാൻ തയ്യാറാവുക. ഈ ആസ്വാദനത്തിൽ വരുന്നതാണ് നമ്മൾ നന്ദിയുള്ളവരാവുക, ഗ്രേറ്റ്ഫുൾ ആവുക എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ സംഭവിക്കുന്നത് എന്ത് തന്നെ പോസിറ്റീവ് ആയാലും എന്ത് തന്നെ നെഗറ്റീവ് ആയാലും അതിലെല്ലാം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അതിന്റെ റീസൺ ഒന്നും അറിയുന്നുണ്ടാവില്ല, എന്നാലും താങ്ക് യു സോ മച്ച്. അതായത് ഇപ്പൊ നമ്മള് ഒരാളെ കാണുമ്പോൾ, ഇപ്പൊ നമ്മൾ സ്കൂളിലൊക്കെ നമ്മൾ പോകുമ്പോൾ സ്കൂളിലൊക്കെ കാണാം ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയുന്നത്. സ്കൂളിൽ നല്ല എവിടെയായാലും ഓക്സിജനിലും ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതൊക്കെ നമ്മൾ ഉള്ളിൽ നിന്ന് പറയാൻ തയ്യാറാവുക. നിനക്ക് നല്ലൊരു മോർണിംഗ് ഞാൻ ആശംസിക്കുന്നു എന്ന് പറയുമ്പോൾ വെറും അത് വാക്കോ അല്ലെങ്കിൽ സംസാരം എന്നതിനപ്പുറം ആ ഒരു ഫീലിങ്സും കൂടെ ഷെയർ ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളതാണ്. ഓക്കെ. നമ്മുടെ സമയമായിട്ടുണ്ട്. കൂടുതൽ സമയമൊന്നും എടുക്കുന്നില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഷെയർ ചെയ്യാനുള്ളത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഏറ്റവും നല്ലൊരു ദിവസമായിട്ട് ഈ ഒരു ദിവസം മാറട്ടെ. നല്ലത് മാത്രം എന്ത് തന്നെ സംഭവിച്ചു കഴിഞ്ഞാലും അതിൽ നല്ലത് മാത്രം നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റട്ടെ. ആ നല്ലതിനെ നമുക്ക് നെർച്ചർ ചെയ്യാൻ കഴിയട്ടെ എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച്. ബൈ. നിങ്ങളുടെ എക്സ്പീരിയൻസും അതേപോലെ തന്നെ കുറെ പേര് റെക്കോർഡിങ്സ് ആണ് കാണുന്നത്. റെക്കോർഡിങ്സ് കണ്ടു കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടി, മെഡിറ്റേഷന്റെ ബെനിഫിറ്റോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിച്ചത്, കാര്യങ്ങളൊക്കെ ഒന്ന് പേഴ്സണലി ഷെയർ ചെയ്താൽ ഏറ്റവും നന്നാവും കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്ക് നാളെ മീറ്റ് ചെയ്യാം. ബൈ.